അങ്ങനെ ഇന്നലെ ഒരു നാടകം കൂടി ഭംഗിയായി അവതരിപ്പിച്ചു. ഒരുപക്ഷെ ഇതുപോലെ ഓസ്കാർ അവാർഡിന് വല്ലതും കൊടുത്താൽ തീർച്ചയായും കിട്ടും. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, പാത്രിയാർക്കീസ് ബാവ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച വളരെ ഭംഗിയായി തന്നെ നടന്നു. അതിനുശേഷമുള്ള കലാപരിപാടികളും ഏകദേശം നന്നായി തന്നെ നടത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ കലാപരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം, കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആ കലാപരിപാടി ഒക്കെ നടത്തിയത് മാധ്യമങ്ങളുടെ മുന്നിലാണ്. കാരണം ജനങ്ങൾ അറിയണം എന്തോ പറഞ്ഞേ മാധ്യമങ്ങളുടെ മുന്നിൽ. സഭാ തർക്കം പരിഹരിക്കാൻ, ആ വിഷയത്തിൽ ഏർപ്പെടാൻ, അതിൽ മധ്യസ്ഥം വഹിക്കാൻ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രിയുടെ പാർട്ടിയും തയ്യാറാണ്. ഓഹോ, എന്തോ ഒരു ഇതൊക്കെ കണ്ടാലും കേട്ടാലും എങ്ങനെ പറയാതിരിക്കും? എന്ത് നല്ല രീതിയിലാ ആ നാടകത്തില് അഭിനയിച്ചതെന്നറിയാം. യഥാർത്ഥത്തിൽ പാത്രിയാർക്കീസ് ബാവ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ, പാത്രിയാർക്കീസ് ബാവ വന്നത് FCRA രജിസ്ട്രേഷൻ സംബന്ധിച്ച് തടഞ്ഞു വെച്ചിരിക്കുന്നത് അത് അതിന്റെ തടസ്സങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയായിരുന്നു. അല്ലാതെ സഭാ തർക്കത്തിൽ ഏർപ്പെടുത്താനോ അല്ലെങ്കിൽ സഭാ തർക്കത്തിൽ മധ്യസ്ഥം വഹിപ്പിക്കാനോ അല്ലെങ്കിൽ അത് തീർക്കാനോ ഉള്ള ഒരു വരവല്ല. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അതിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ 2020 സാബു ജേക്കബ് NDA വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഗിമിക്ക് കാണിച്ചു കൂട്ടാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം. ആ തന്ത്രത്തില് പാത്രിയാർക്കീസ് ബാവ നിന്നുകൊടുത്തു, അത്രേ ഉള്ളൂ. ഇയാൾ ആദ്യം പോയത് എവിടെയാ? BJP നേതാക്കന്മാരെയും കൂട്ടി ആദ്യം ഇയാൾ പോയത് കത്തോലിക്ക സഭയിലെ, സീറോ മലബാർ സഭയിലെ മേജർ ആർച്ച് ബിഷപ്പിനെയും മറ്റും കാണാൻ എറണാകുളത്ത് അവരുടെ ആസ്ഥാനത്തേക്കാണ്. സഭാതർക്കം ഇവിടെ ഓർത്തഡോക്സുകാരോ അല്ലെങ്കിൽ പാത്രികീസുകാരും യാക്കോബായക്കാരും കത്തോലിക്കക്കാരുമായിട്ട് എന്തെങ്കിലും കേസ് വല്ലതും കോടതി കിടപ്പുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ വല്ല തർക്കങ്ങളോ വഴക്കുകളോ വല്ലതും ഉണ്ടോ? അത് തീർക്കണം. അല്ല, എൻ്റെ ഒരു സംശയം ഞാൻ ചോദിച്ചത്. ഞാൻ ആ ചിത്രങ്ങളൊക്കെ കാണിക്കാം. ഇവരെല്ലാവരും കൂടെ അവിടെ പോയി സംസാരിച്ചു. ഞങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നുണ്ട്, കാണുമ്പോൾ FCRA രജിസ്ട്രേഷൻ ഞങ്ങൾ പുനഃസ്ഥാപിച്ചു തരാം എന്നൊക്കെ ഉള്ള വാഗ്ദാനങ്ങളാണ് കൊടുത്തിറങ്ങിയത്. അതിനുശേഷം സാബു എവിടെയാവുന്നത്? മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനത്ത് ദേവലോകത്താവുന്നത്. അവിടെയും വന്ന് ചില വാഗ്ദാനങ്ങളൊക്കെ നൽകി കാണും. അത് കഴിഞ്ഞിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ പാത്രിയാർക്കീസ് ബാവയെ വിളിച്ചു വരുത്തി കൂടിക്കാഴ്ച തന്നെ നടത്തിയത്. അപ്പോ ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് രാഷ്ട്രീയ നീക്കങ്ങളാണ്. സാബു ജേക്കബിന് അവിടെ നിൽക്കണം, അവിടെ പാത്രിയാർക്കീസുകാരുടെ കുറച്ച് വോട്ടുകൾ കിട്ടണം, അത് BJPക്ക് അനുകൂലമാക്കി തീർക്കണം. ഇതൊക്കെയാണ് അയാളുടെ ഉള്ളിലിരിക്കുന്ന ചിന്ത. അതിനുവേണ്ടി BJPക്കാരും സാബു ജേക്കബും നടത്തിയ ഒരു തിരക്കഥയും അതിന് ആ തിരക്കഥ അനുസരിച്ച് നടത്തിയ നാടകവും. അല്ലാതെ സഭാതർക്കം തീർക്കാൻ ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച് സാബു ജേക്കബ് ഇങ്ങോട്ട് വന്നിട്ട് പ്രധാനമന്ത്രിയെ ഇടനില നിർത്തി അല്ലെങ്കിൽ മധ്യസ്ഥം വഹിച്ച് പാർട്ടിയെ BJPയും മധ്യസ്ഥം വഹിപ്പിച്ച് ഉടനെ ഇതങ്ങ് തീർക്കാം എന്നുള്ള ഒരു വ്യാമോഹവുമില്ല. പിന്നെ ഇതെന്താണ് ഇന്നലെ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ FCRA രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾക്കാണ് ചർച്ചയ്ക്ക് വന്നതെന്ന് ആരും അറിയാൻ പാടില്ല. അപ്പോൾ എന്തെങ്കിലും പുറത്ത് പറയണം. അതിനുവേണ്ടിയാണ് സഭാതർക്കം എടുത്തത്. സഭാതർക്കം പ്രധാനമന്ത്രിയുമായി സംസാരിച്ച് കാണും, സ്വാഭാവികമായും നമുക്കത് ഊഹിക്കാം. അപ്പൊ പ്രധാനമന്ത്രിയും പറഞ്ഞു കാണും അതിൽ ഇടപെടാൻ, മറ്റവരെയും കൂടെ വിളിച്ച് സംസാരിച്ച് വേണം ഇടപെടാം. പണ്ട് ഇതൊന്ന് സംസാരിച്ചതാ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇരു കൂട്ടരെയും വിളിച്ച് സംസാരിച്ചതാ. അന്ന് തീർന്നുകൂടായിരുന്നു. ഇത് ഒരു പ്രധാനമന്ത്രിയും ഒരു രാഷ്ട്രപതിയും ഒരു മുഖ്യമന്ത്രിയും ഇടപെടേണ്ട ഒരു കാര്യവുമില്ല. ഒറ്റ കാര്യമുള്ളൂ. പാത്രിയാർക്കീസ് ബാവ പറയുക, കോടതി വിധി ഞങ്ങൾ അംഗീകരിക്കാം. 2017 ജൂലൈ 3 സുപ്രീം കോടതിയുടെ ഫുൾ കോർട്ട് വിധി ഞങ്ങൾ അംഗീകരിക്കാം എന്ന് പറഞ്ഞ അവിടെ പ്രശ്നം തീർന്നു. അതിനപ്പുറത്തേക്ക് ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ, ഇത് കഴിഞ്ഞിട്ട് BJPയുടെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞ എന്താ,
അത് വ്യക്തമായി കേൾക്കണം. മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താ? കോടതിക്ക് പുറത്ത് സമവായ ചർച്ചയിലൂടെ അത് പരിഹരിക്കാൻ ശ്രമിക്കാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. അപ്പൊ കോടതി വിധി അംഗീകരിക്കുന്നില്ലേ നിങ്ങൾ? എന്റെ ഒരു സംശയം ചോദിച്ചാൽ, കോടതി വിധി അംഗീകരിക്കുന്നില്ലേ? കോടതി വിധി അംഗീകരിച്ചുകൊണ്ട് ആ കോടതി വിധിയുടെ പുറത്ത് കോടതി വിധി വച്ചുകൊണ്ട് സമവായം സംസാരിക്കണം. ആ കോടതി വിധി നടപ്പാക്കി കൊടുക്കണം. അതിന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കണം. അതിനവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അത്രേ ഉള്ളൂ. ഓർത്തഡോക്സുകാരെ പറഞ്ഞ് മനസ്സിലാക്കാനൊന്നുമില്ല. യാക്കോബായക്കാരെയും പറഞ്ഞ് മനസ്സിലാക്കിക്കണം. കോടതി വിധി നിങ്ങൾ അംഗീകരിക്കുക, അത്രേ ചെയ്യണ്ടു. അങ്ങനെ കോടതി വിധി അംഗീകരിക്കാൻ പാത്രിയർക്കീസ് ബാവയോടും യാക്കോബായ സഭയിലെ തിരുമേനിമാരോടും അവരുടെ നേതാക്കന്മാരോടും ഒക്കെ പറയണം. അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ രാജ്യത്തെ കോടതി വിധി സുപ്രീം കോടതിയുടെ വിധിയാണ്. ആ സുപ്രീം കോടതിയെ നമ്മൾ മാനിക്കണം. ആ വിധി നമ്മൾ അംഗീകരിക്കണം. പിന്നെ കോടതിയും ജഡ്ജിമാരും ഒന്നും വേണ്ടല്ലോ. കോടതിക്ക് പുറത്ത് എന്ത് വിഷയങ്ങൾ വന്നാലും രാഷ്ട്രീയക്കാര് മധ്യസ്ഥ വഹിച്ച് അങ്ങ് തീർത്താൽ മതിയല്ലോ. ഇതെന്താ നേരത്തെ ആകാമായിരുന്നല്ലോ, ആയിക്കോട്ടായിരുന്നു. അപ്പോ ഇതിന്റെ പിന്നിലെല്ലാം ഉള്ള അജണ്ട പൊളിറ്റിക്സ് മാത്രം. സാബു ജേക്കബിന് അവിടെ നിൽക്കണം, അതിനു വേണ്ടിയുള്ള ഒരു ഗിമിക്ക്, അത്രേ ഉള്ളൂ. സാബു ജേക്കബിന് പാത്രിയർക്കീസുകാരുടെ യാക്കോബാക്കാരുടെ കുറച്ച് വോട്ടുകൾ കിട്ടണം, അവരുടെ പിന്തുണ കിട്ടണം, അത്രേ ഉള്ളൂ. സാബു ജേക്കബ് വിശുദ്ധനായി പ്രഖ്യാപിക്കണം. ഞാനെന്ന് ചോദിച്ചിട്ട്, സ്വന്തം ഇടവക സാബു ജേക്കബിനോട് പറയുക, സ്വന്തം ഇടവകയിലെ പ്രശ്നങ്ങൾ ആദ്യം തീർത്ത് ആ പള്ളി ഒന്ന് നേരെയാക്കുക. പിന്നീട് ഇയാള് സഭയിലെ മറ്റു പള്ളികളും സഭാ തർക്കത്തിലൊക്കെ ഏർപ്പെട്ട് കാര്യങ്ങൾ ചെയ്യും. സ്വന്തം ഇടവകയില് നടക്കുന്ന പ്രശ്നങ്ങളൊന്നും താങ്കൾ കാണുന്നില്ലേ? അവിടെ ആദ്യം നേരെയാക്ക്, തന്റെ കുടുംബം ആദ്യം നേരെയാക്ക്. സ്വന്തം ഇടവകയാകുന്ന കുടുംബം അത് നേരെയാക്കിയിട്ട് മറ്റുള്ളവരുടെ കുടുംബത്തെ കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ള തർക്കത്തെ കുറിച്ച് ഇടപെടുത്ത്. സാബു ജേക്കബ് ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ ഇന്നലെ ചോദിച്ചതുപോലെ. താങ്കൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. താങ്കൾ ഉഗാണ്ടയിലൊന്നും പോയിരുന്നല്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. താങ്കൾ അതാദ്യം ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്ന് വീമ്പിളക്ക്. രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി എന്തിനാ ഇങ്ങനെയുള്ള മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ട് ഇങ്ങനെയുള്ള ഗിമിക്കുകൾ നടത്തുന്നത്? താങ്കൾ അന്തസ്സോടെ നിൽക്കണം. താങ്കൾക്ക് ഇടപെടാൻ കഴിയുമെങ്കിൽ ഇടപെടണം. ഇടപെടണമെന്ന് പറഞ്ഞില്ല, ഇടപെടണം. അത് ആദ്യം സ്വന്തം പള്ളിയിൽ ഇടപെട്, സ്വന്തം ഇടവകയിൽ ഇടപെട്. ആ ഇടപെടൽ നടത്തി അവിടെ നേരെയാക്ക്. നേരെയാക്കിയിട്ട് മറ്റുള്ളിടത്തേക്ക് പോവാം. ആരും താങ്കളൊന്നും പറയില്ല. അല്ലാതെ ഈ ഗിമിക്കുകൾ കൊണ്ടൊന്നും മലങ്കര നസ്രാണികളുടെ മനസ്സിൽ കയറി പറ്റാമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. മലങ്കര നസ്രാണികൾക്ക് ഇത് വ്യക്തമായി അറിയാം. BJPയെ അറിയാം, താങ്കളെ അറിയാം, സാബു ജേക്കബിനെ അറിയാം, രാജീവ് ചന്ദ്രശേഖരെ അറിയാം, എല്ലാവരെയും ഇവിടുത്തെ മലങ്കര നസ്രാണികൾക്ക് അറിയാം. ഇതുകൊണ്ടാണ്ടേണ്ട കണ്ണൻ ചേമ്പേ എന്ന് പറയുന്ന പോലെ ഇതുകൊണ്ടൊന്നും മലങ്കര നസ്രാണികളെ കണ്ടുകൊണ്ടൊന്നും താങ്കളുടെ രാഷ്ട്രീയം കെട്ടിപ്പടുക്കാം എന്ന് വിചാരിച്ചാൽ അതൊന്നും അത്ര എളുപ്പം നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. നീ യാക്കോബായക്കാരോട് ഒന്നേ പറയാനുള്ളൂ. ഇത്രയും നാള് മുഖ്യമന്ത്രി പിണറായി വിജയനെ മുൾമനയെ നിർത്തി അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടി കുറെ കാര്യങ്ങളിലൊക്കെ കുറെ നാടകങ്ങളൊക്കെ കളിച്ചു. ഇനിയിപ്പോ പ്രധാനമന്ത്രിയുടെ കുറെ കൂടി മറ്റു നാടകങ്ങൾ കൂടി കളിക്കാം. അപ്പൊ അതോടുകൂടി പര്യവസാനിക്കുമല്ലോ. അല്ലെങ്കിൽ മറ്റൊരു ഭരണം കേരളത്തിൽ വരികയാണെങ്കിൽ അവരുടെ കുറെ കൂടി കുറച്ച് നാള് ആളുകളെയൊക്കെ പറ്റിക്കാം. യാക്കോബൊപ്പം പുറകെ നിൽക്കുന്ന അണികളെ, വിശ്വാസികളെയൊക്കെ അവരുടെ കണ്ണിൽ പൊടിയിടാം. അത്രയേ ഉള്ളൂ. അതാണ് നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ്. നിങ്ങൾക്കൊക്കെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ശ്രേഷ്ഠ കാതോലിക്ക ബാബ ദുബായി വെച്ച് പറഞ്ഞ കാര്യം എന്താ? ആരും മറന്നിട്ടില്ല. മലങ്കര ഓർത്തഡോക്സ് സഭയിലെ സഭാപിതാക്കന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധങ്ങളാണ്, നല്ല സൗഹൃദങ്ങളാണ് കാത്തു സൂക്ഷിക്കുന്നതൊക്കെ എല്ലാം ശരിയാണ്. അങ്ങ് പറഞ്ഞൊക്കെ ഞങ്ങള് മനസ്സിൽ വെച്ചിട്ടുണ്ട്, ഞങ്ങൾ ഓർത്തിരിപ്പുണ്ട്, എല്ലാം ശരിയാണ്. അങ്ങക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. കോടതി വിധി നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറാണ്.
അത് കൂടെയുള്ള അനുയായികളെ പറഞ്ഞ് മനസ്സിലാക്കി വിധി നടപ്പാക്കിക്കാൻ കൂടെ നിൽക്കുക, കോടതിയോടൊപ്പം നിൽക്കുക, ഇവിടുത്തെ നിയമ സംവിധാനത്തോടുകൂടി നിൽക്കുക, അതിനോടൊപ്പം നിൽക്കുക, ഭരണകൂടത്തോടൊപ്പം നിൽക്കുക. ഇതാണ് വേണ്ടത്. അന്തസ്സായി നിൽക്കാം, തലയുയർത്തി തന്നെ നിൽക്കാം. രണ്ടാണെങ്കിൽ രണ്ടായി നിൽക്കാം, ഒന്നാകണമെങ്കിൽ ഒന്നായി നിൽക്കാം. ഇതെല്ലാം സഭാ പിതാക്കന്മാർ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പിതാക്കന്മാർ ഇതെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ടി വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. സമാധാനത്തോടെ പോകണമെന്നാണ് ഇരുപക്ഷത്തുള്ളവരുടെയും ആഗ്രഹം. അങ്ങയുടെ കൂടെ ഉള്ളവരുടെയും ആഗ്രഹം അതാണ്. സമാധാനപരമായി സഭ ഒന്നായി പോകണം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. മലങ്കര നസ്രാണികളിൽ അത് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ, ഒരുപാട് ബഹുഭൂരിപക്ഷം വിശ്വാസികളും അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ രണ്ടായി നിൽക്കണോ? അതിനും ആകാം. കൈവശം വെച്ചിരിക്കുന്ന, കൈയടക്കി വെച്ചിരിക്കുന്ന സ്വത്തുക്കളും പള്ളികളൊക്കെ വിട്ടുകൊടുത്തിട്ട് കോടതി വിധി നടപ്പാക്കി നിങ്ങൾക്ക് അല്ലാതെ പോകാമല്ലോ, നിങ്ങളുടെ വഴിക്ക് പോകാം, എങ്ങനെ വേണേലും ആകാം. പക്ഷെ അത് തീരുമാനിക്കേണ്ടത് പാത്രിയാർക്കീസ് ബാവായും ശ്രേഷ്ഠ കാതോലിക്ക ബാവായും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നേതൃത്വവുമാണ്.